ഒരു ക്ലാസ്സിലെ 20 കുട്ടികൾ പരസ്പരം ഹസ്തദാനം ചെയ്താൽ ആകെ എത്ര ഹസ്തദാനം നടക്കും? ഒരു ക്ലാസ്സിലാകെ 20 കുട്ടികളുണ്ട്. ഇവർ പരസ്പരം ഹസ്തദാനം ചെയ്യുകയാണ്. ആകെ എത്ര ഹസ്തദാനം നടക്കും എന്നാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഈ ഹസ്തദാനം എന്നത് പരസ്പരം സംഭവിക്കുന്ന കാര്യമാണ്. അതായത് എ എന്ന വ്യക്തി ബി എന്ന വ്യക്തിക്ക് ഹസ്തദാനം നൽകുന്നതോടൊപ്പം തന്നെ ബി എന്ന വ്യക്തി എക്ക് ഹസ്തദാനം നൽകുന്നതിന് തുല്യമാണ്. അപ്പോൾ ആകെയുള്ളതിൻ്റെ നമ്മൾ പകുതി കണ്ടാൽ മതി. അതാണ് സൂത്രവാക്യം n×n-1/2. ആകെ എണ്ണം ശരിക്കും n×n-1 ആണ്. പക്ഷേ ഈ ഹസ്തദാനങ്ങൾ എപ്പോഴും പരസ്പരം സംഭവിക്കുക കാരണമാണ് പകുതി എടുക്കണം. n×n-1/2. ഇവിടെ n എന്ന് പറഞ്ഞത് വ്യക്തികളുടെ എണ്ണമാണ്, കുട്ടികളുടെ എണ്ണമാണ്. ഇവിടെ കുട്ടികൾ 20 ആണ്. വില കൊടുക്കുമ്പോൾ 20 × 20 - 1/2. അപ്പോൾ 20 × 20 എന്ന് കുറച്ചാൽ 19/2. ഈ രണ്ടും 20ഉം വെട്ടിച്ചെടുക്കുമ്പോൾ 10 വരും. 10 × 19 190 ഉത്തരം. 10 ടീമുകൾ പങ്കെടുത്ത ഒരു ടൂർണമെന്റിൽ ആദ്യ റൗണ്ടിൽ എല്ലാ ടീമുകളും പരസ്പരം കളിച്ചാൽ ആകെ എത്ര കളികൾ ഉണ്ടാകും? 2 ടീമുകൾ തമ്മിലുള്ള മത്സരവും പരസ്പരം സംഭവിക്കുന്നതാണ്. അതായത് എ എന്ന ടീം ബി എന്ന ടീമിനോട് കളിക്കുമ്പോൾ ഒപ്പം തന്നെ ബി എന്ന ടീം എ എന്ന ടീമിനോട് കളിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ആകെ എണ്ണത്തിൻ്റെ പകുതി കണ്ടാൽ മതി. ഷേക്ക് ഹാൻഡ് പോലെ തന്നെയാണ് ഈ കണക്കിലും ഈ കളികളുടെ കാര്യത്തിലും അതുപോലെ തന്നെയാണ്. ആകെ എണ്ണത്തിൻ്റെ പകുതി കണ്ടാൽ മതി. ആകെ എണ്ണം n×n-1 ആണ്. അപ്പോൾ പകുതി കാണാൻ വേണ്ടിയിട്ട് സൂത്രവാക്യം n×n-1/2. n എണ്ണാണ്. ഇവിടെ 10 ടീമുകളാണ്. വില കൊടുക്കുമ്പോൾ 10 × 10 - 1/2. 10 × കുറയ്ക്കുമ്പോൾ 9/2. ഇത് വെട്ടിച്ചുരുക്കുമ്പോൾ ഇവിടെ 5 എന്ന് വരും. 5 × 9 45 ഉത്തരം. ഒരു ക്ലാസ്സിലെ 15 കുട്ടികൾ പരസ്പരം ഗ്രീറ്റിംഗ് കാർഡ് കൈമാറിയാൽ ആകെ എത്ര കൈമാറ്റം നടക്കും? ഗ്രീറ്റിംഗ് കാർഡ് കൈമാറുന്നത് പരസ്പരം സംഭവിക്കുന്നതല്ല. അതായത് എ എന്ന വ്യക്തി ബി എന്ന വ്യക്തിക്ക് ഗ്രീറ്റിംഗ് കാർഡ് കൈമാറിയാൽ അത് ബിക്കാണ് ലഭിക്കുക. എക്ക് ലഭിക്കണമെങ്കിൽ ബി എന്ന വ്യക്തി എക്കും നൽകണം. അതുകൊണ്ടാണ് പരസ്പരം സംഭവിക്കുന്നതല്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ പകുതി എടുക്കരുത്, ആകെ എടുക്കണം. അപ്പോൾ ഈ സൂത്രവാക്യത്തിൽ /2 എഴുതരുത്. n×n-1. n എണ്ണാണ്, 15 ആണ്. 15 × 15 - 1. 15 × കുറയ്ക്കുമ്പോൾ 14. 15 × 14 ഉത്തരം 210. ഒരു ക്ലാസ്സിലെ 12 കുട്ടികൾ പരസ്പരം സമ്മാനപ്പൊതി കൈമാറിയാൽ ആകെ എത്ര കൈമാറ്റം നടക്കും? ഗ്രീറ്റിംഗ് കാർഡ് കൈമാറുന്നത് പോലെ തന്നെയാണ് സമ്മാനപ്പൊതി കൈമാറുന്നതും. അതായത് സമ്മാനപ്പൊതി കൈമാറുന്നത് പരസ്പരം സംഭവിക്കുന്നതല്ല. എ എന്ന വ്യക്തി ബി എന്ന വ്യക്തിക്ക് സമ്മാനപ്പൊതി കൈമാറുന്നു. അപ്പോൾ ബിക്ക് മാത്രമേ ലഭിക്കുള്ളൂ, എക്ക് ലഭിക്കുന്നില്ല. എക്ക് ലഭിക്കണമെങ്കിൽ ബി എക്ക് സമ്മാനപ്പൊതി കൈമാറണം. അതുകൊണ്ട് ഇവിടെയും പകുതി എടുക്കരുത്. അതാണ് സൂത്രവാക്യത്തിൽ /2 എഴുതരുത്. ആകെ എണ്ണം കാണണം. n×n-1. ഇവിടെ എണ്ണം 12 ആണ്. 12 × 12 - 1. 12 × ഇത് കുറയ്ക്കുമ്പോൾ 11 ഗുണിക്കുമ്പോൾ ഉത്തരം 132.